ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വളരെ ഭാവനാപൂർണവും എന്നാൽ തീരെ ദരിദ്രവുമായൊരു വായന കാലമായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വായന. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് വിവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ രാധിക സി നായർ. ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനശാലകൾ അധികമില്ലാത്തൊരു നാട്ടിൻപുറത്ത്, പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതമില്ലാതിരുന്ന 50 വർഷം മുമ്പുള്ളൊരു കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ അത്തരമൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെത്. യാത്രാ സൗകര്യങ്ങളില്ല, റോഡുകളില്ല, നല്ല വായനശാലകളില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിനോ എൻ്റെ അടുത്തോ വായനശാലകളില്ല. 2 കിലോമീറ്റർ നടന്ന് പോയിട്ട് വേണം ഒരു നല്ല വായനശാല എത്താനായിട്ട്. ആ വായനശാല തന്നെ ഇന്നത്തെ പോലെ ഹൈടെക് വായനശാലയല്ല. പൊടി പിടിച്ച പുസ്തകങ്ങളും ഇരുട്ടും നിറഞ്ഞ, ഗ്രന്ഥാലയത്തെ നോക്കാൻ ഒരു അധിപനുമില്ലാത്ത, കടവാതിലുകൾ കയറി ഇറങ്ങി നടക്കുന്ന, ആരുമേ പോകാത്ത ഒരു ഗ്രന്ഥാലയത്തിൽ കുട്ടിക്കാലത്ത് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. ഇന്നത്തെ കുട്ടികൾ വായിക്കുന്ന ബാലസാഹിത്യങ്ങളൊന്നും കുട്ടിക്കാലത്ത് വായിക്കാൻ കിട്ടാതിരുന്ന ഒരു കുട്ടിയായിരുന്നു. മുതിർന്നവരുടെ പുസ്തകങ്ങൾ വായിച്ചാണ് എൻ്റെ ബാല്യം വായനയുടെ ലോകത്തിലേക്കും അല്ലെങ്കിൽ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പിൽക്കാലത്തും തിരിഞ്ഞത്. വായിക്കാൻ നരേന്ദ്രനാഥിൻ്റെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ സോക്കോൾഡ് ബാലസാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളൊന്നും ഞങ്ങളുടെ വായനശാലകളിൽ കുട്ടികൾ വായിക്കുമെന്ന് കരുതാത്ത, കുട്ടികൾക്ക് വായനയോ എന്ന് ആകാംക്ഷയോട് ചോദിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അന്ന് വായനശാലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടന്മാർക്ക് ഇഷ്ടമുള്ള ഡിറ്റക്റ്റീവ് നോവലുകൾ, കോട്ടയം പുഷ്പനാഥിൻ്റെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചിട്ടാണ്, ബാറ്റൻ ബോസിൻ്റെ നോവലുകൾ വായിച്ചിട്ടാണ്, അല്ലെങ്കിൽ അന്ന് എഴുതിയിരുന്ന സോക്കോൾഡ് ആളുകളുടെ നോവലുകൾ വായിച്ചിട്ടാണ് കുട്ടിക്കാലത്തെ വായനയെ ഞാൻ നടന്നിരുന്നത്. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അന്ന് NBSനൊരു ബുക്ക് ക്ലബ് എന്നൊരു ആശയമുണ്ടായിരുന്നു. അങ്ങനെ ആ ബുക്ക് ക്ലബ്ബിൽ അംഗമായിട്ടുള്ള എൻ്റെ നാട്ടിൻപുറത്തുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ബുക്ക് ക്ലബ് അംഗമായിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള കാളിദാസ കൃതികൾ, വാസ്തവത്തിൽ അന്ന് മലയാളം പോലും നേരെ കൂട്ടി വായിക്കാൻ പറ്റാത്ത കാലത്ത് സംസ്കൃതത്തിലൊരു ഭാഗത്തും മറുഭാഗത്ത് മലയാളത്തിലുമായിട്ട് അച്ചടിക്കപ്പെട്ട കാളിദാസ കൃതികളുടെ സമാഹാരം ഉണ്ടായിരുന്നു. അതിൽ കഷ്ടപ്പെട്ട് സംസ്കൃതം വായിക്കുകയും ഇപ്പുറത്ത് മലയാളം വായിക്കുകയും ചെയ്തിട്ടാണ് വായന ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ അമ്മ വായിക്കുമായിരുന്നു നന്നായിട്ട്. പക്ഷെ അമ്മയ്ക്കൊന്നും അന്ന് മാതൃഭൂമിയോ കലാകൗമുദിയോ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് പത്രമാസികളുടെ കൂടെ ഇന്ന് വരുന്ന പോലെ അത് വന്നിരുന്നില്ല. അപ്പോൾ ആകെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത് മംഗളം, കുമാരി, മലയാള മനോരമ തുടങ്ങിയവയുടെ നമ്മൾ പൈങ്കിളി എന്ന് പറഞ്ഞ് വ്യവഹരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുടെ കുറച്ച് വീക്കിലികളാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. അമ്മയൊക്കെ അവ വായിക്കും. അപ്പോൾ അത് നമുക്ക് വായിക്കാനുള്ള ഒരു പക്ഷേ അതിൽ പ്രണയലീലകളുടെ ഒരു കുത്തൊഴുക്കുള്ള നോവലുകളായതുകൊണ്ട് നമ്മളെ വായിക്കാൻ അനുവദിച്ചിരുന്നില്ല. സാധനങ്ങളെല്ലാം പേപ്പറിലാണ് പൊതിഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു മാസികയുടെ ഏതെങ്കിലും ഒരു ലക്കത്തിലെ ഏതെങ്കിലും ഒരു നോവലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും വായിക്കാൻ കിട്ടുക. അതൊക്കെ ആർത്തിയോടെ വായിച്ചിരുന്നൊരു കുട്ടിക്കാലമായിരുന്നു. പിന്നീട് വിമൻസ് കോളേജിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായ കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അന്ന് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളല്ല, UP സ്കൂളാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ലൈബ്രറി പീരീഡ് ഉള്ളത്. ആ ഒരു ദിവസം നമ്മളെ ലൈബ്രറി കൊണ്ടുപോകും. അന്ന് മലയാള പുസ്തകങ്ങളുടെ കുറവായിരുന്നു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് പുസ്തകം കിട്ടും. ഇംഗ്ലീഷ് കൂട്ടി വായിച്ചു തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകമല്ല പലപ്പോഴും കൈ കിട്ടുന്നത്. അതിനുശേഷം 10ാം ക്ലാസ് വരെ പഠിച്ച ഗവൺമെൻറ് സ്കൂളിലാകട്ടെ ലൈബ്രറി പീരീഡ് ഒന്നും ഉണ്ടായിരുന്നതേ ഇല്ല. പിന്നീട് വിമൻസ് കോളേജിൽ പ്രീഡിഗ്രിക്കും BAക്കും MAക്കും പഠിക്കുമ്പോഴാണ് ശരിക്കും ലൈബ്രറി കാണുന്നതും ലൈബ്രറി അനുഭവിക്കുന്നതും പുസ്തകങ്ങളെ സ്നേഹത്തോടെ തൊടാൻ പറ്റിയതും പുസ്തകങ്ങളെ നമ്മളെ കൂട്ടുകാരാക്കാൻ നമുക്ക് പറ്റിയതും. വിമൻസ് കോളേജ് ലൈബ്രറിയൻ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ഹാസ്യ നടനായിരുന്നു. അദ്ദേഹം ലൈബ്രറിയിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല പലപ്പോഴും. ആ ലൈബ്രറിയും ഇന്നത്തെ പോലെ അപ്ഗ്രേഡഡ് ലൈബ്രറി അല്ല. പുസ്തകങ്ങളുണ്ടെന്നേ ഉള്ളൂ. അവയെല്ലാം പൊടി പിടിച്ച റാക്കുകളിൽ, അലമാരകളിൽ അടുക്കി സൂക്ഷിച്ച് വയ്ക്കപ്പെട്ടിരുന്നതാണ്. ആ ലൈബ്രറിയിൽ കയറും, പുസ്തകങ്ങളെടുക്കും. പലപ്പോഴും ലൈബ്രറിയൻ്റെ കടുത്ത ശാസനകൾക്കും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടായിരുന്നു നമുക്ക് പുസ്തകം എടുക്കാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ വിമൻസ് കോളേജ് കാലത്തിൽ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റി. അന്നാണ് കേരളത്തിലെ മുൻനിര എഴുത്തുകാരിൽ പലരെയും പ്രീഡിഗ്രിക്കും BAക്കും MAക്കും പഠിക്കുമ്പോഴാണ് കേരളത്തിലെ മുൻനിര എഴുത്തുകാരിൽ പലരെയും നമ്മുടെ കൂടെ കൂട്ടാൻ ഭാഗ്യം സിദ്ധിച്ചത്.
അതിനുശേഷം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വെച്ച് അവരെയൊക്കെ നേരിൽ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അവരിൽ പലരും നമ്മുടെ വീട്ടിൽ വിരുന്നുകാരായി അവരെ വരുത്തുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. NS മാധവനും ആനന്ദും ഒക്കെ പലപ്പോഴും വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. OV വിജയനെ വായിച്ച ആരാധനയോടെ അദ്ദേഹത്തിന് നേരിൽ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും എത്രയോ സമയങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ചിരിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വായനയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. പിന്നീട് കാര്യവട്ടത്ത് PhDക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറി ഏറ്റവും മനോഹരമായി ചിട്ടയോടെ അടുക്കി വയ്ക്കപ്പെട്ട പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയിലേക്ക് ശരിക്കും പ്രവേശിക്കാൻ സാധിച്ചു. നല്ല വിശാലമായ ലൈബ്രറിയാണ് കാര്യവട്ടത്തെ ലൈബ്രറി, ക്യാമ്പസ് ലൈബ്രറി എന്ന് പറയുന്നത്. ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി എന്ന് പറയുന്നത്, ക്യാമ്പസ് ലൈബ്രറി അല്ല, ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി എന്ന് പറയുന്നത്. ആ ഒരു കാലത്തിന് ശേഷം അന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ഒരുപാട് ലൈബ്രറികളിൽ, പബ്ലിക് ലൈബ്രറി ആയിക്കോട്ടെ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി ആയിക്കോട്ടെ, ക്യാമ്പസ് ലൈബ്രറി ആയിക്കോട്ടെ, അവിടങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോകാനും ആളുകളെ കാണാനും അവിടുത്തെ പുസ്തകങ്ങൾ എടുക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഒരു സ്ഥലം, ഒരിടം എന്ന് പറയുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കൊരു 100-150 ലൈബ്രറി എങ്കിലും സ്വകാര്യമായതും അല്ലാത്തതുമായിട്ടും തിരുവനന്തപുരത്തുണ്ട്. വിവാഹിതയായ സമയത്താണ് ഒരു സ്വകാര്യ ലൈബ്രറി എന്നുള്ള ഒരു മോഹമുണ്ടാകുന്നതും. എൻ്റെ ഭർത്താവ് ഡോക്ടർ PK രാജശേഖരൻ, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന നിരൂപകനാണ്, എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുമ്പോഴാണ് നമ്മൾ സ്വന്തം പുസ്തകം എന്നുള്ള ആശയത്തിലേക്ക് ഞങ്ങൾ തന്നെ ശരിക്കും എത്തിച്ചേരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള കാര്യവട്ടത്തു നിന്ന് കിട്ടുന്ന ഫെലോഷിപ്പ് കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പോൾ വീട്ടിൽ ഒന്നാന്തരം ഒരു ഗ്രന്ഥശേഖരമുണ്ട്. ആ ഇടയ്ക്കാണ് പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയാൽ കൊള്ളാമായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എഴുത്തിലേക്ക് തിരിയുന്നതിന് പ്രേരകമായി തീർന്നത് വീട്ടിലെ ലൈബ്രറിയും വീട്ടിലെ അന്തരീക്ഷവുമാണ്. രാശൻ്റെ അച്ഛനും ഒന്നാന്തരം വായനക്കാരനായിരുന്നു, അമ്മയും നന്നായിട്ട് വായിക്കും. അപ്പോൾ വീട്ടിൽ മൊത്തത്തിൽ ഒരു വായനയുടെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ 2 മക്കളും വായനയുടെ ലോകത്തേക്ക് വരാൻ അവരും നിർബന്ധിതരാവുകയോ പ്രേരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വരികയോ ചെയ്തു. അപ്പം അങ്ങനെ മൊത്തത്തിൽ വീട്ടിലൊരു മുഴുവൻ ഒരു വായനയുടെ അന്തരീക്ഷമുണ്ട്. വായിച്ചതിൽ ഏറ്റവും മനോഹരമാണെന്ന് തോന്നിയ പുസ്തകങ്ങളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലെ ഒരുപാട് എഴുത്തുകാരെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരാണ്. ഇപ്പോൾ MTയുടെ പുസ്തകങ്ങൾ വായിച്ച് പ്രണയിച്ച് നടന്ന കാലമുണ്ട്, സേതുവിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് മോഹിച്ച കാലമുണ്ട്, OV വിജയൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ചിന്തിച്ച കാലമുണ്ട്, സേതു, ആനന്ദ്, മുകുന്ദൻ, അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരെല്ലാം വായിച്ച് അവരുടെ വാക്കുകളെ പ്രണയിച്ച, അവരുടെ എഴുത്തിനെ പ്രണയിച്ച സമയങ്ങളുണ്ട്. പിന്നീട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ കുട്ടികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട, കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ഹാരി പോട്ടർ എന്നുള്ള പുസ്തകം വിവർത്തനം ചെയ്യാൻ സാധിച്ചത്. അതും ജീവിതത്തിലെ ഏറ്റവും ഒരു ധന്യമായൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വായന ഇംഗ്ലീഷിലേക്ക് തിരിഞ്ഞപ്പോൾ ഉംബർട്ടോ എക്കോയുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചു. എല്ലാ വർഷവും പിന്നെ മാർക്കേസിൻ്റെ പുസ്തകങ്ങളാണ് എനിക്ക് ഭർത്താവ് എല്ലാ വർഷവും എൻ്റെ പിറന്നാളുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ വിവാഹ വാർഷികത്തിനോ ഒക്കെ എനിക്ക് സമ്മാനം തന്നിരുന്നത് മാർക്കേസിൻ്റെ പുസ്തകങ്ങളായിരുന്നു. ഉംബർട്ടോ എക്കോയുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോഴാണ് നെയിം ഓഫ് ദ റോസ് വിവർത്തനം ചെയ്യാം എന്നുള്ളൊരു ആശയം വരികയും അത് DC ബുക്സിന് വേണ്ടിയിട്ട് വിവർത്തനം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ വിവർത്തനം എന്നുള്ളതൊരു ആയാസരഹിതമായ ഒരു കാര്യമായി തീർന്നതിനും വായന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടും മലയാളത്തിലെ എണ്ണമറ്റ പുസ്തകങ്ങൾ വായിച്ചിട്ടുമാണ് ഭാഷ അത്രയും അനായാസമായി കൈകാര്യം ചെയ്യാനുള്ളൊരു സിദ്ധി കൂടി കൈവന്നത്. ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ വീണ്ടും ആത്മകഥാപരമായ പുസ്തകങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളിലൊന്നും എൻ്റെ വായനയെ അവയൊന്നും സ്വാധീനിച്ചിട്ടില്ലെങ്കിലും മലയാളത്തിലെ എണ്ണമറ്റ എഴുത്തുകാരുടെ നോവലുകൾ, അതിലേറ്റവും പ്രത്യേകിച്ചും ഏറ്റവും പുതിയ നോവലുകളിൽ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷം വായിച്ച ഏറ്റവും മനോഹരമായ നോവലുകളിലൊന്നാണ്. ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഒരുപക്ഷെ ജ്ഞാനഭാരം എന്നുള്ള പുസ്തകം ഞാൻ വീണ്ടും തപ്പിയെടുത്ത് വായിക്കുന്നത്. അപ്പോൾ സന്തോഷ് കുമാറിൻ്റെ നോവല് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു, ആ പുസ്തകവും ഈ 2 പുസ്തകമാണ് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് രസിച്ച് വായിച്ചാൽ, എൻ്റെ മകൾ പണ്ട് ബഷീറിൻ്റെ പുസ്തകം വായിച്ചിട്ട്, ബഷീറിൻ്റെ കൃതികളെല്ലാം വായിച്ചിട്ട് ഇളയ മകൾ പറഞ്ഞത്, ഈ പുസ്തകം തീർന്നു പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാനത്തെ പേജ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞ് എനിക്കൊരു മകളുണ്ട്. അപ്പോൾ അതുപോലെ പുസ്തകങ്ങൾ വായിച്ചിട്ട് തീർന്നു പോകരുത് എന്ന് ആഗ്രഹിച്ച പുസ്തകങ്ങളാണ് പട്ടുനൂൽ പുഴുവും
തപോമയുടെ അച്ഛനും ജ്ഞാനഭാരവും. നമ്മുടെ ജിസ ജോസ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുദ്രിത, രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേര് 2 സ്ത്രീകളുടെ കഥ എന്നുള്ള നോവലും ജിസ ജോസിൻ്റെ ആനന്ദഭാരവും ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള സ്ത്രീകൾ എഴുതിയ നോവലുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലുകളാണ്. അപ്പോൾ എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ വായനയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളിൽ, കണ്ണിലൊടുക്കുന്ന പുസ്തകങ്ങളിൽ എന്നെ ഒരു പുസ്തകം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ഒരു പുസ്തകം എന്നെ മാടി വിളിക്കും എന്നാണ് പറയാറുള്ളത്. പുസ്തക കടകളിൽ പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുസ്തകം ചിലപ്പോൾ എന്നെ മാടി വിളിക്കുന്നത് എനിക്ക് തോന്നും. അപ്പോൾ ആ പുസ്തകം ഞാൻ വായനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അത് ഇന്ന പുസ്തകം ഇന്ന എഴുത്തുകാരൻ എന്നല്ല. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ട്രാക്ടേഴ്സ് ഇൻ യുക്രൈനിയൻ എന്നുള്ള നോവൽ ഞാൻ പുസ്തകക്കടയിൽ പോകുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുസ്തകം കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് ആ പുസ്തകം അങ്ങ് വാങ്ങിക്കുകയായിരുന്നു. എഴുത്തുകാരുടെ പേര് എനിക്ക് തോന്നുന്നു മരിയാന ലൂക്ക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ കണ്ണിലുടക്കുന്ന പുസ്തകങ്ങൾ, പേര് കൊണ്ട് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അത്തരം പുസ്തകങ്ങളാണ് പലപ്പോഴും വായനയിൽ പേര് കേട്ട് നമ്മൾ സുപരിചിതമായ പേരുകളിലല്ലാതെ നമ്മളെ പെട്ടെന്ന് വായനയിലേക്ക് ആകർഷിക്കുന്ന പുസ്തകങ്ങൾ. എന്ത് വായിക്കണം, ഏത് വായിക്കണം എന്ന് ആരോടും സജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ വായനക്കാരുടെ ഇഷ്ടങ്ങളും അവർക്ക് എഴുത്തുകാരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവർ വായിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് എഴുത്തുകാരനല്ല, പുസ്തകങ്ങളല്ല, മറിച്ച് അവ എന്ത് ആശയത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരാളുടെ അഭിപ്രായത്തെ മുൻനിർത്തിയിട്ട് ഞാൻ എൻ്റെ വായനയ്ക്ക് ഞാൻ പുസ്തകം തിരഞ്ഞെടുക്കാറില്ല. എൻ്റെ തന്നെ ആശയങ്ങളെയോ അല്ലെങ്കിൽ എൻ്റെ തന്നെ തീരുമാനത്തെയോ മുൻനിർത്തി മാത്രമാണ് ഞാൻ ഇത്രയും കാലവും എൻ്റെ വായനയെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വായന, മറ്റുള്ളവരുടെ വായനയ്ക്ക് ഞാൻ എന്ത് വായിക്കണമെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയുകയുമില്ല. ഞാൻ എൻ്റെ വായന ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് വിവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ രാധിക സി നായർ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.